ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഇന്നിവിടെ നമ്മൾ ജപിക്കുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ആദ്യ നാമം സൃഷ്ടിയുടെയും മാതൃത്വത്തിൻ്റെയും ഏറ്റവും ഉത്കൃഷ്ടമൂർത്തിയായ അമ്മയ്ക്ക് നമസ്കാരം അർപ്പിച്ചുകൊണ്ടുള്ളതാണ്. ശ്രീ മാതാ. അമ്മ പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നു. സർവചരാചരങ്ങളുടെയും സൃഷ്ടി നടത്തിയിരിക്കുന്ന ദേവി എല്ലാവർക്കും അമ്മയാണ്. ദേവീ ദേവന്മാർക്കും ത്രിമൂർത്തികൾക്ക് പോലും അമ്മയായിരിക്കുന്ന ദേവിയാണ് ശ്രീ മാതാ. ത്രിമൂർത്തികളുടെയും ശക്തിമൂർത്തികളായിട്ടുള്ള ശ്രീ മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി എന്നീ ശക്തി ചൈതന്യങ്ങൾക്കും അമ്മയായി വർത്തിക്കുന്നത് മംഗളസ്വരൂപിണിയായിട്ടുള്ള ശ്രീ ലളിതാ പരമേശ്വരി ദേവിയാണ്. രാജരാജേശ്വരിയായി എല്ലാറ്റിനും ശ്രീയായി വിളങ്ങുന്നത് അമ്മയാണ്. ജഗദംബികയാണ്, ജഗന്മാതാവാണ് അമ്മ. അമ്മ വേദമാതാവാണ്. ബ്രഹ്മാവിന് വേദം നൽകിയ ജ്ഞാനമൂർത്തിയാണ് ദേവി. വാഗ്ദേവതമാർക്കും ശക്തി പകരുന്നു അമ്മ. ശ്രീമാതാ. ബ്രഹ്മാവിൻ്റെ കണ്ഠത്തിൽ ആദ്യം ഉദ്ഗളിച്ച 3 മംഗളപദങ്ങൾ ഓം, അഥ, ശ്രീ എന്നിവയാണ്. പവിത്രമായതെല്ലാം ശ്രീയാണ്. തുടക്കം കുറിക്കുന്നതിന് ശ്രീ വേണം. ഭൗതിക സമൃദ്ധിക്കും സുഖത്തിനും മോക്ഷത്തിനും ശ്രീ വേണം. എന്തും അളന്നു തിട്ടപ്പെടുത്തുന്നത് ശ്രീ മാതാ അമ്മയാണ്. വേദത്തെ അളന്നു തിരിച്ചവൾ ശ്രീ മാതാ. പുരുഷാർത്ഥങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവ തരുന്നത് അമ്മ. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം ശ്രീ മാത്രേ നമ. ശ്രീ എന്നാൽ വിഷം എന്നൊരർത്ഥവുമുണ്ട്. ഹലാഹലം കാളകൂട വിഷം കഴിച്ച് ശ്രീ മഹാദേവന്റെ കണ്ഠത്തിൽ വിഷം വറ്റിച്ച് നിർത്തിയത് അമ്മയാണ്. മഹിമകൾ നിറഞ്ഞ് ഐശ്വര്യം നിറഞ്ഞ് ശ്രീയായി വിളങ്ങുന്നു ശ്രീ മാതാ. അമ്മയെ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ ഗുണവിശേഷങ്ങൾ സാധകരിലും വന്നു ചേരും. മാതൃത്വം നിറയും. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ഏതൊരു സ്ത്രീയിലും മാതാവിനെ കാണാൻ നമുക്ക് സാധിക്കണം. ഗർഭിണിയായ ഒരു പൂച്ചയെ കണ്ടാൽ പോലും ആ മാതൃത്വത്തെ വന്ദിക്കണം. സ്ത്രീ പുരുഷ ഭേദമന്യേ ഓരോരുത്തരും ശ്രീ മഹാദേവിയുടെ മാതൃഗുണങ്ങളെ അവനവനിൽ ഉണർത്തണം. അന്യനിലെ മാതൃത്വത്തെ മാനിക്കണം, സ്നേഹിക്കണം. ഓം ശ്രീ മാത്രേ നമ. നാമം 2. ശ്രീ മഹാരാജ്ഞി. ശ്രീമത്തായ മഹാരാജ്യത്തിലെ മഹാറാണിയാകുന്നു അമ്മ. ജഗത്തിൻ്റെ അമ്മയായിക്കൊണ്ട് പാലനം ചെയ്യുന്നു ദേവി. ലോകപാലനത്തിന് അധികാരിണിയാണ് അമ്മ. മഹാരാജാവിൻ്റെ പട്ടമഹിഷിയായിട്ടുള്ള അമ്മ. സൃഷ്ടിസ്ഥിതി ലയ കാരണങ്ങൾക്ക് അധികാരിണിയായിരിക്കുന്ന ശ്രീ മഹാദേവി എല്ലാ രാജ്ഞിമാരെയും ഭരിക്കുന്നു.
മഹത് എന്ന് പറയുമ്പോൾ വലിപ്പം, മഹിമ, ശ്രേഷ്ഠത, അസാധാരണത്വം, അപരിമേയത എന്നീ ആശയങ്ങളാണ് ഗ്രഹിക്കേണ്ടത്. ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം എന്നീ താപത്രയങ്ങളെ അകറ്റിക്കൊണ്ട് സർവമംഗളങ്ങളും അരുളുന്ന മഹാശക്തിയാണ് ശ്രീ മഹാരാജ്ഞിയായ അമ്മ. സർവാലങ്കാര വിഭൂഷിതയായി സിംഹാസനത്തിൽ തൻ്റെ കയ്യിലെ ചുമന്ന താമരപ്പൂവ് ചുഴറ്റിക്കൊണ്ടിരിക്കുന്നു ദേവി. ഓം ശ്രീ മഹാരാജ്ഞിയേ നമഃ. നാമം 3. ശ്രീമത് സിംഹാസനേശ്വരി. ശ്രീമത്തായ, ശ്രീ നിറഞ്ഞു വിളങ്ങുന്ന ശ്രേഷ്ഠമായ സിംഹാസനത്തിന് അധീശ്വരിയാണ് ശ്രീ മഹാദേവി. ശ്രീ ചൊരിയുന്ന രാജാസനത്തിൽ വിരാജിക്കുന്ന നായിക, സിംഹത്തെ വാഹനമാക്കിയവൾ. സിംഹാസനത്തിൻ്റെ 4 കാലും സിംഹരൂപത്തിലാണ്. അമ്മ ബ്രഹ്മാണ്ടങ്ങളുടെയും ഈശ്വരിയാകുന്നു. ഭുവനത്തിൻ്റെ നായികയായി ശ്രീ ഭുവനേശ്വരിയായും അമ്മ തന്നെ. ശ്രീമാത എന്ന് വിളിക്കുമ്പോൾ സൃഷ്ടികർത്രിയായ അംബയായി അമ്മ വിളങ്ങുന്നു. ശ്രീ മഹാരാജ്ഞിയായി സർവലോകങ്ങളെയും പരിപാലിക്കുന്ന സ്ഥിതികാരിണിയുമാണ് അമ്മ. സിംഹാസനേശ്വരിയായി ചക്രവർത്തിനിയായി വിരാജിച്ചുകൊണ്ട് സംഹാരമൂർത്തിയായും അമ്മയെ കാണാം. നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെയും ബാഹ്യമായുള്ള ആസുരീകതയെയും ഇല്ലായ്മ ചെയ്യുവാൻ സർവായുധധാരിണിയായി സിംഹാസനസ്ഥിതയായി ദേവി എഴുന്നള്ളുന്നു. ലോകഭരണം നടത്തുന്നത് അമ്മയാണ്. സിംഹത്തെ ഹിംസയാക്കാൻ അമ്മയ്ക്ക് മടിയില്ല. സിംഹത്തിനു മുകളിലിരുന്നു കൊണ്ട് ദേവി അസുര നിഗ്രഹം ചെയ്യുന്നു. ഭക്തന് ശക്തി അമ്മയാണ്. ബാഹ്യസുഖം തേടുന്നവരോട് ഒന്ന് പിന്തിരിഞ്ഞു നോക്കി ആന്തരിക സൗഖ്യത്തിനു വേണ്ടി പരിശ്രമിക്കൂ എന്ന് അമ്മ ഓർമ്മപ്പെടുത്തുന്നു എന്ന് ആചാര്യന്മാർ പറയുന്നു. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം ശ്രീമത് സിംഹാസനേശ്വരിയേ നമഃ. നാമം 4. ചിദഗ്നികുണ്ഠ സംഭൂത. ജ്ഞാനമാകുന്ന യാഗകുണ്ഠത്തിൽ നിന്ന് പ്രത്യക്ഷയായവൾ ശ്രീ മഹാദേവി. ചിദഗ്നികുണ്ഠ സംഭൂത. ശുദ്ധ ബ്രഹ്മമാണ്, ശുദ്ധബോധമാണ്, ചൈതന്യമാണ് അമ്മ. സംഭൂത, ചൈതന്യമായി നിൽക്കുന്നവൾ എന്നർത്ഥം. മനുഷ്യൻ്റെ അജ്ഞതയാകുന്ന അന്ധകാരം മാറ്റി സ്വയം താൻ ആരാണ് എന്ന് സാധകനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പ്രജ്ഞാന ശക്തിയാണ് ദേവി. പ്രകാശരൂപേണ അമ്മ പ്രത്യക്ഷയാകുന്നു. തീവ്രമായ ദൈവാസുര യുദ്ധത്തിൽ പരാജിതരായ ദേവന്മാർ ദേവിയെ സമാശ്രയിക്കുന്നു. ശ്രീലളിതോപാഖ്യാനത്തിൽ ദേവിയുടെ ആവിർഭാവത്തെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഗുരുപദേശപ്രകാരം ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ ദേവന്മാർ വളരെ യോജന വിസ്താരമുള്ള ഒരഗ്നികുണ്ഠം നിർമ്മിച്ച് യാഗമാരംഭിച്ചു. തികഞ്ഞ നിഷ്ഠയോടെ ദീർഘകാലം നടത്തിയ ഹോമത്തിൽ ദേവി പ്രസാദിക്കുന്നില്ല, പ്രത്യക്ഷയാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ സർവാർപ്പണം ചെയ്യുന്നു. സ്വയം
പൂർണ്ണമായി ആഹൂതി ചെയ്യാനൊരുങ്ങി സ്വന്തം ശരീരഭാഗങ്ങൾ ഒന്നൊന്നായി അഗ്നിയിൽ അർപ്പിച്ച് എല്ലാം സമർപ്പിച്ചപ്പോൾ ഒരു പ്രകാശഗോപുരമായി ദേവി ഉദ്ഭൂതയായി. ആയിരക്കണക്കിന് സൂര്യന്മാരുടെ തേജസ്സും ഒപ്പം തന്നെ 1000 പൂർണ്ണചന്ദ്രന്മാരുടെ ശീതളിമയും പ്രസരിപ്പിച്ച് ഒരു ദിവ്യ അത്ഭുത സാന്നിധ്യമായി അമ്മ ഉയർന്നു വന്നു. ഒരു പ്രകാശഗോപുരമായി. ആ ജ്വാലയ്ക്ക് നടുവിലായി ശ്രീചക്രം. മധ്യത്തിൽ ഉദയസൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ദേവിയും ഉയർന്ന് വന്നു. ശ്രീ ലളിതാ പരമേശ്വരി ആവിർഭാവം ചെയ്തിരിക്കുന്നു. ആരാണോ സ്വന്തം രാഗദ്വേഷങ്ങളെയും മമത, സ്വാർത്ഥത, ആസക്തി തുടങ്ങിയ തമോ ഗുണങ്ങളെയും ജ്ഞാനാർത്തിയിൽ എരിച്ചു കളയുന്നത്, ജ്ഞാനാഗ്നിയിൽ എരിച്ചു കളയുന്നത്, അവരിൽ ദേവി സ്വയം ഉദയം ചെയ്യുന്നു. അമ്മ ജ്ഞാനമൂർത്തിയാണ്, ചൈതന്യമൂർത്തിയാണ്. ജ്ഞാനാഗ്നിയിൽ ആരാണോ സ്വയം സമർപ്പിതമാകുന്നത്, ആ ജ്ഞാനാഗ്നി തന്നെ ചൈതന്യമായി ഉണർന്ന് ആസുരീകതയെ ഇല്ലായ്മ ചെയ്യുന്നു. മഹാദേവി അധർമ്മത്തെ, ആസുരീകതയെ, അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അമ്മയിൽ സ്വയം സമർപ്പിതരായാൽ മാത്രമേ ആ സാന്നിധ്യം അറിയാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കാം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ചിദഗ്നികുണ്ഠ സംഭൂതായൈ നമഃ. നാമം 5. ദേവകാര്യസമുദ്യത. ദേവന്മാരുടെ അഭീഷ്ടസിദ്ധിക്കായി ഒരുമ്പെട്ടവൾ. ദേവന്മാരുടെ ശത്രുക്കളെ സമ്യക്കായി നശിപ്പിക്കുവാൻ തയ്യാറെടുത്തു നിൽക്കുന്നവൾ. ദേവകാര്യ സമുദ്യത. സമ്യക്കായി എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ നിർമാർജനം ചെയ്യാനായി തയ്യാറെടുത്ത് നിൽക്കുന്നു ശ്രീ മഹാദേവി. ദേവാനാം കാര്യസിദ്ധ്യർത്ഥം. ജനനരഹിതയായി അജയ്യയായിട്ടുള്ള അമ്മ ദേവന്മാർക്കു വേണ്ടി, സജ്ജനങ്ങൾക്കു വേണ്ടി ഓരോരോ രൂപമെടുക്കുന്നു, പ്രത്യക്ഷയാകുന്നു. മൂഢത്വം നീക്കുന്നവളാണ് അമ്മ. മഹിഷാസുരൻ, ശുംഭൻ, നിശുംഭൻ, ഭണ്ഡാസുരൻ തുടങ്ങിയ അസുരന്മാരെ വധിക്കുവാൻ അവതാരം കൊള്ളുന്നു. ആസുരീകതയെ ഇല്ലായ്മ ചെയ്യുവാനുള്ള വ്യഗ്രതയിലാണ് അമ്മ. ദേവകാര്യങ്ങൾ എന്താണോ അതെന്തിനു വേണ്ടിയും അമ്മ പ്രവർത്തിക്കാനായിട്ട് സന്നദ്ധയാണ്. ദേവകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ധർമ്മ സംസ്ഥാപനത്തിനായി അമ്മ ഉദ്ഭൂതയായിരിക്കുന്നു, വ്യഗ്രതയോടുകൂടി കാത്തിരിക്കുന്നു. ദംഭ്, അഹങ്കാരം, അഹന്ത, ആത്മപ്രശംസ, ക്രോധം, പരുഷത, അജ്ഞാനം ഇവയെല്ലാം ആസുരീക ഭാവമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദംഭോ ദർപ്പോഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം. ഇതൊക്കെയാണ് ആസുരീക ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പറയുകയാണ് ഭഗവാൻ. ദേവി നമ്മളിലെ അസുര സ്വഭാവത്തെ കളയുന്നു. അപ്പോൾ മനോബലം, ശുദ്ധി, ക്ഷമ, ദ്രോഹിക്കാതിരിക്കാനുള്ള മനസ്സ്,
ദുരഭിമാനമില്ലാതിരിക്കൽ എന്നിങ്ങനെയുള്ള ദൈവീക സമ്പത്ത് നമ്മളിൽ നിറയുന്നു. അങ്ങനെ സദ്വൃത്തരായിത്തീരുന്ന ഓരോരുത്തർക്കും ലോകസേവനത്തിനും ധർമാചരണത്തിനും ശക്തിയുള്ളവരായി തീരാൻ സാധിക്കുന്നു. ദേവി അതിന് നമ്മളെ പ്രേരിതരാക്കുന്നു. അങ്ങനെയുള്ള ദേവി നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ദേവകാര്യ സമുദ്യതായൈ നമഃ.